ഹലോ എവരിവൺ. ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടല്ലോ ടോട്ടലി ഒരു സ്റ്റഡി വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഒരു ഈവനിങ് ഒരു 4 o'clock കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ ഒരു 5 o'clock തൊട്ട് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റീവായിട്ട് ഈ ഒരു ടൈം വരെ ഒരു 9 hours ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ട്രാക്കിലോട്ട് ഞാൻ വന്നത് ഒരു നല്ല ബ്രേക്ക് എടുത്തിട്ടാട്ടോ. ഒരു ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് ടു സ്റ്റഡീസിലോട്ട് വരാൻ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒരു ലോങ് ബ്രേക്ക് എടുത്തതിന് ശേഷം പോലും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണത് വന്നത് എന്നൊന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ. ഈ ഒരു പ്രോബ്ലം ഒരു വലിയ പ്രോബ്ലം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അത് ഞാൻ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നാട്ടോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. ഇത് കണ്ടോ, ഒരു 9 hours ഞാൻ ഇന്ന് രാവിലെ മോർണിംഗ് ടു പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം വരെ. അതിനുശേഷം ഫ്രഷായി ബാക്ക് ടു പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു 9 hours ഞാനിപ്പം പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 1 weekന് ശേഷം കേട്ടോ. 1 day ഒരു 9 hours ഒക്കെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിനു മുന്നേ മാക്സിമം പോയാൽ 6 hours 4 hours അങ്ങനെയായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മന്ത്, അതായത് ഈ ഡിസംബർ മന്ത് എന്ന് പറയുന്നത് നല്ല ഹെക്റ്റിക്കാണ്. എനിക്ക് നെക്സ്റ്റ് മന്ത് ബാക്ക് ടു ഡ്യൂട്ടിക്ക് കയറണം. അതുകൊണ്ട് തന്നെ ഞാൻ പ്ലാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഡെയിലി ഓൾമോസ്റ്റ് സിലബസ് നല്ലപോലെ കവർ ചെയ്യണ രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഡേയ്സിൽ ഇങ്ങനെ പെൻഡിങ് വന്നപ്പം ഞാൻ തന്നെ ഭയങ്കര ടീഡിയസ് ആയിപ്പോയി. ഇതിനി എന്നെക്കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ, ബാക്ക് ടു ഡ്യൂട്ടിക്ക് കയറുമ്പോഴത്തേക്ക് പഠിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ഓവർ തിങ്കിങ് മാത്രമായിരുന്നു എനിക്ക് ഡേ ബൈ ഡേ നടന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ബാക്ക് ടു വരാൻ വേണ്ടി ഫസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റഡി പ്ലാനർ ഞാനൊന്ന് ചേഞ്ച് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തു കേട്ടോ. എന്നിട്ടാട്ടോ രാവിലെ പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഇന്നലെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നത്തെ ദിവസം കിടക്കുന്നതിന് മുന്നേ തന്നെ പ്ലാൻ റെഡിയാക്കി വെച്ചു. അതും 1 week പ്ലാൻ. ഈ 1 week പ്ലാനിലുണ്ടല്ലോ എനിക്ക് മിസ്സായി പോയ ക്ലാസ്സുകൾ, ടെസ്റ്റുകൾ, പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ചെറിയ എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ആഡാക്കിയിട്ടുണ്ട്. നിങ്ങളുണ്ടല്ലോ എന്ത് എക്സാമിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിലും എന്താണ് നാളെ പഠിക്കണ്ടേ, നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണ്ടേ എന്ന് ശരിക്കും ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഉണ്ടല്ലോ നമ്മളുടെ ജേണി ഭയങ്കര ഈസി ആയിരിക്കും. അല്ലെങ്കിൽ രാവിലെ എന്തൊക്കെയോ പഠിച്ചു, ആഫ്റ്റർനൂൺ എന്തൊക്കെയോ പഠിച്ചു, നൈറ്റ് കിടക്കുന്നതിന് മുന്നേ എന്തൊക്കെയോ റിവൈസ് ചെയ്തു, പിറ്റേത്തെ ദിവസം വേറെ എന്തൊക്കെയോ നോക്കി, ഒന്നിലും ഒരു ഓർഡർ ഉണ്ടാവില്ല. നമുക്ക് റിവൈസ് പ്രോപ്പറായിട്ട് നടക്കില്ല, അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കില്ല. അങ്ങനെ നമ്മുടെ ലൈഫ് ഭയങ്കര ഹെക്റ്റിക്കായി പോകും. ഹെക്റ്റിക് മീൻസ് നമ്മൾ ഭയങ്കര ടീഡിയസ് ആവും, നമ്മളുടെ കോൺഫിഡൻസും ഒക്കെ അവിടെ നഷ്ടമാവും. ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുറേ പേര് നമ്മളുടെ ഇടയിലുണ്ടാവില്ലേ. അവർ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം കേട്ടോ, ഒരു പ്ലാനർ വാങ്ങിച്ചിട്ട്, പ്ലാനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ എണീക്കുന്നു, കിടക്കുന്നു, അത് മാത്രമല്ല നിങ്ങളുടെ സിലബസ്, നിങ്ങൾ എന്താണോ പഠിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കണേ അത് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് സ്മോളായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് കൺസിസ്റ്റൻസി കൊടുത്തുകൊണ്ട് ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് അതിനെ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് എൻ്റെ CA ജേർണിയിൽ നിന്നാണ് കേട്ടോ. ഇപ്പോൾ CA പഠിക്കുന്ന സ്റ്റുഡൻസിനറിയാം നമ്മൾ എത്ര ഹെക്റ്റിക്കായിട്ടാണ് ഓരോ ഡേയും കടന്നു പോണത്, നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ജേർണിയിലുണ്ടാവും. അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യണം. ഇപ്പം ഞാൻ ചെയ്യുന്ന ഓവർ തിങ്കിങ്ങിൻ്റെയൊക്കെ അങ്ങ് എക്സ്ട്രീം ലെവലായിരുന്നു. പിന്നെ നമ്മൾ എൻജോയ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയ ടൈമിൽ നമുക്ക് ഓവർ തിങ്ക് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. ഈ ഓവർ തിങ്കിങ്ങിന് മെയിൻ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഫോക്കസ്ഡായിട്ടിരുന്ന് പഠിക്കാത്തതുകൊണ്ടാണ്. നല്ലപോലെ ഫോക്കസ്ഡായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് പഠിച്ചുകൊണ്ടല്ലോ ഓരോ ഓവർ തിങ്കിങ് ഉണ്ടാവില്ല. നമ്മൾ ഡെയിലി ഇടുന്ന ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി. പിന്നെ 1-2 ഡേയ്സിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാതാവുകയാണെങ്കിൽ ഓക്കെ, ആ ഒരു പോർഷൻസ് അവിടെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പിന്നീട് ഒന്ന് ജസ്റ്റ് റീക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ പ്ലാനർ. അപ്പം അതിൽ ചെറിയ പോർഷൻസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈം കണ്ടെത്തി കുറച്ച് ഹെക്റ്റിക്കായിരിക്കും, ബട്ട് നമ്മൾ ഈസി ആയിട്ട് ട്രാക്കിലോട്ട് വരികയും ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യാറ്. നമ്മളൊരു കാര്യം ചെയ്യാതെ അതിനെ വീണ്ടും വീണ്ടും നീട്ടി വെക്കുമ്പോഴാണ് ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഹെക്റ്റിക്കാവുക. അപ്പം നീട്ടി വെക്കണമെന്ന് ആലോചിക്കുമ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് പഠിച്ചു തുടങ്ങുക, വർക്ക് ചെയ്ത് തുടങ്ങുക. അപ്പോൾ പിന്നെ അതിനുള്ള ടൈം നമുക്കവിടെ കിട്ടില്ല. നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ വീഡിയോ കാണുന്ന ടൈമിൽ ചിന്തിക്കും, ഓക്കെ
ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആയി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നിങ്ങൾ ഓർക്കും ഓക്കെ നാളെ രാവിലെ മോർണിംഗ് തൊട്ട് എനിക്കും പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ട് പഠിച്ചു തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ മുന്നോട്ട് നീങ്ങുള്ളൂ. അല്ലെങ്കിൽ നാളെ നീങ്ങില്ല, 1 മന്ത് കഴിഞ്ഞാലും നീങ്ങില്ല അത്. അപ്പോൾ എല്ലാവരും പഠിക്കാൻ വേണ്ടി പോവല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം ഒരു 14 hours വരെ ഒരു 11 o'clock ആയപ്പോഴത്തേക്ക് ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ടൈമിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് 1 day കൊണ്ട് ഇത്രയും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. കാരണം അവരുടെ അടുത്ത് ഞാൻ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് അതിൽ കുറേ പേര് എനിക്ക് എൻ്റെ തന്നെ വീഡിയോ അയച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലെന്ന്. ആ ഒരു തോട്ടിൽ നിന്നാട്ടോ ഞാൻ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചാലേ ഉള്ളൂ, ഞാൻ കുറേ മോട്ടിവേഷൻ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ തന്നെ മനസ്സ് വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ശരി, താങ്ക് യു ഓൾ.